ഇവിടെ അമേരിക്കയിൽ ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും മിസ് ചെയ്യുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ ആ പച്ചപ്പും പ്രകൃതി ഭംഗിയുമൊക്കെ. അപ്പോൾ അത് ഞാൻ അമേരിക്കയിലോട്ട് വന്നപ്പോൾ തന്നെ എൻ്റെ ഏറ്റവും ആദ്യത്തെ ആഗ്രഹമായിരുന്നു ഒരു കുളത്തിൻ്റെ തീരത്തുള്ള ഒരു വീട് വേണമെന്നൊക്കെ. ദുബൈയിലായിരുന്നു. ദുബൈയിൽ നല്ല ചൂടായിരുന്നു. നമുക്കവിടെ കൃഷി ചെയ്യാനായിട്ടുള്ള സാഹചര്യമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങൾ താമസിക്കാനായിട്ട് അമേരിക്കയിലെ ഏത് സ്റ്റേറ്റ് എന്ന് വിചാരിച്ചപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ ഞങ്ങൾ ടെക്സസ് തിരഞ്ഞെടുക്കാൻ കാരണം ഇവിടെ കൃഷി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ്. അപ്പം ഞാൻ നിങ്ങളെ ഈ ജൂൺ മാസത്തിൻ്റെ അവസാനത്തിൽ ഞങ്ങളുടെ കൃഷി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോഴും ചൂടൊന്നും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, ഇപ്പോഴും നല്ല ചൂടുണ്ട്. പക്ഷേ എന്നാലും ജൂണിൽ എന്തൊക്കെ നമുക്ക് വിളവ് കിട്ടും, കൃഷിയുടെ സ്റ്റേറ്റസ് എന്താണ്, ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ പടവലം തന്നെ പല രീതിയിലുണ്ട്. ഇത് കുറച്ച് നീളമുള്ളത്, ഇത് അതേ സമയത്ത് അധികം നീളം വെക്കത്തില്ല. ഇതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇത് പ്ലെയിൻ വൈറ്റ് ആയിട്ടുള്ളതാണ്. ഇതിന് കുറച്ച് വെള്ളമുണ്ട് കൂടുതൽ, പക്ഷേ തീയിലൊക്കെ വെക്കാൻ നല്ലതാണ്. തോരൻ വെക്കാനും പരിപ്പിട്ട് കറി വെക്കാനൊക്കെ ഇതാണ് നല്ലത്. പിന്നെ നമുക്കിവിടെ കാണാം, ഇതുണ്ട് വെണ്ടയൊക്കെ തണ്ട കിളുത്ത് ഇത്രമായി. പിന്നെ അതിനിടയ്ക്ക് തണ്ട ബീട്രൂട്ട് കണ്ടോ, ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ്. ബീട്രൂട്ടിൻ്റെ അരി മേടിച്ചിങ്ങനെ കുഴിച്ച് വെച്ചതാണ് ബീട്രൂട്ട് കിളുത്ത് വരുന്നത്. അതോടൊപ്പം തന്നെ അവിടെ നമ്മൾ കാണുന്ന ഒരു കപ്പയുണ്ട് അവിടെ, പിന്നെ വെള്ളരി, പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് തണ്ട ഇവിടെ കപ്പയുണ്ട്. പിന്നെ തണ്ട നമ്മുടെ ചേന കിളുത്ത് വരുന്നു. പിന്നെ ഇത് ഒരു പർപ്പിൾ കളർ ബീൻസാണിത്, ഇതിങ്ങനെ കിളുത്ത് വരുന്നു. പിന്നെ ഇവിടെയൊക്കെ മുളകുണ്ട്, ബീട്രൂട്ടുണ്ട്. പിന്നെ അടുത്ത കപ്പയാണ്. പിന്നെ നമുക്ക് കാണാം ഇതുണ്ട് ഇവിടെ മഞ്ഞൾ കിളുത്ത് വരുന്നു. ഇത് കഴിഞ്ഞ വർഷം നട്ടത് പിന്നെ തന്നെ കിളുത്ത് വരുന്നതാണ്. പിന്നെ ഇവിടെ നമ്മുടെ എഗ് പ്ലാന്റ് വഴുതനങ്ങ തണ്ട് ഇവിടെ, ഇത് ഈ തരത്തിലെ വഴുതനയാണ്, ഉണ്ട വഴുതനങ്ങ, കത്രിക്ക അല്ല, പർപ്പിൾ കളറിൽ വലുതായി വരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ റോമൻ ടൊമാറ്റോ, ബേബി ടൊമാറ്റോസ്. ഇത് ചെറിയ ചെറിയ ടൊമാറ്റോ ആണ്. നമ്മുടെ സാലഡിനൊക്കെ നിറയെ ടൊമാറ്റോ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ. ഇത് നമുക്ക് കറിക്കും ഇടാം, പക്ഷേ പഴുത്ത് കഴിയുമ്പോൾ നമുക്കിത് സാലഡിനകത്തിട്ട് കഴിക്കാം. ഇതങ്ങ് ക്ലൈംബ് ചെയ്ത് മുകളിലോട്ട് കയറിപ്പോവും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ കാണാം, ഇതുകൊണ്ട് നമ്മുടെ വാളവേരം പയർ, അതും തണ്ടിങ്ങനെ കയറി നിൽക്കുന്നു, കായ ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ നമുക്ക് തേണ്ട നമ്മുടെ ഒരു പപ്പായ, പിന്നെ ഫാഷൻ ഫ്രൂട്ട്, പിന്നെ നമ്മൾ ഈ സൈഡിൽ നോക്കുമ്പം ഇവിടെ കണ്ട ചീര, വെണ്ട, പിന്നെ ഇവിടെ എല്ലാം കുറേ ചെടികളാണ്, പനിക്കൂർക്ക ചെടികൾ. പിന്നെ ഇത് കണ്ടോ, ഒരു പാവൽ കയറിപ്പോകുന്നത് കണ്ടോ, എന്നിട്ട് അവിടെ തന്നെ പാവയ്ക്ക ഉണ്ടായി നിൽക്കുന്ന നല്ല മനോഹരമായ കാഴ്ചയല്ലേ. പിന്നെ ഇവിടെ ഇങ്ങോട്ട് നോക്കുമ്പം നമുക്ക് കാണാം പേര, ഇതൊരു കരിവേപ്പിൻ്റെ തോട്ടമാണ്, കരിവേപ്പ്. അതിൻ്റെ ചോട്ടിലും ഞാൻ കൊണ്ട് ഒരു ബീട്രൂട്ടിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കുമല്ലേ, അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും സ്ഥലം ഉള്ളിടത്തൊക്കെ വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ആ പെഗി മാർട്ടിൻ ക്ലൈംബിംഗ് റോസ്, പൂക്കളൊക്കെ ഇപ്പം കഴിഞ്ഞ് ഇനി അടുത്ത പൂവിൻ്റെ സെറ്റായി വരുന്നതേ ഉള്ളൂ. അതും ഇങ്ങനെ മുകളിലോട്ട് കയറി പോകുന്നു. പാവൽ, ഫാഷൻ ഫ്രൂട്ട്. പിന്നെ ഇവിടെ നമ്മുടെ നാരകമൊക്കെ തണുപ്പ് കഴിഞ്ഞ് കിളുത്ത് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം കുറേ ചെടികളാണ്. ഇത് പെഗി മാർട്ടിൻ ഇവിടെ നിൽക്കുന്നു. പിന്നെ ഇത് നമ്മളെപ്പോഴും മഴവെള്ളം കളക്ട് ചെയ്യുന്ന ജാറാണിത്. ഇവിടെ നിന്ന് മഴവെള്ളം വന്ന് ഇത് നമ്മൾ കളക്ട് ചെയ്യും, ഇത് നമ്മൾ ചെടിക്ക് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇത് നമ്മുടെ പോമോഗ്രാനേറ്റും പിന്നത്തെ നോക്ക് ഇഞ്ചി തേണ്ട ഇവിടെ റോസ്മേരി. പിന്നെ നമ്മുടെ നാട്ടിലുള്ള തകരയില്ലേ, ഇത് നമ്മുടെ പോമോഗ്രാനേറ്റാണ്. ഇതുവരെ കായൊന്നും ഉണ്ടായില്ല. പിന്നെ അതിൻ്റെ താഴെ തേണ്ട നമ്മൾ കുറേ മുളക് ചെടിയുണ്ട്. പിന്നെ ഇതെന്താണെന്നറിയാമോ, ഈ ഇഞ്ചി അധികമൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ ഇഞ്ചി വാങ്ങിക്കാനൊക്കെ മറന്നു പോകുമ്പം ഇവിടെ നിന്ന് വന്ന് മൂട് മാന്തി എടുത്ത് ഇഞ്ചി അതിന് അത്യാവശ്യത്തിന് വേഗം വന്ന് ഇഞ്ചി എടുക്കാനായിട്ട്. ഇതൊക്കെ കണ്ട് ഇതെല്ലാം പുതിനയിലയാണ്, ഇതുകൊണ്ട് നമുക്ക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാമല്ലോ. പിന്നെ പേര ഉണ്ട്, തകര, അങ്ങനെ നമ്മുടെ ബൊഗെയിൻ വില്ല നിൽക്കുന്ന ഇത് ബൊഗെയിൻ വില്ല നിൽക്കുന്നു. ഈ ഇലയൊക്കെ ഇച്ചിരി വാടി നിൽക്കുന്നത് കണ്ടോ, കാരണം നല്ല ചൂടാണ് ഇവിടെ ടെക്സസിൽ ഇപ്പം. ഇടയ്ക്കൊരു മഴ പെയ്യുമ്പം ഒരു ഉപകാരം. ഇത് കണ്ടോ, ഈ നമ്മൾ ചക്കയൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ അതിനെ കുരുവിട്ട് കിളിപ്പിക്കുന്നതാണ്. ഇത് മറ്റൊരു തരം ബൊഗെയിൻ വില്ല. പിന്നെ ഇവിടെ നമുക്കിവിടെ നമ്മുടെ ശംഖുപുഷ്പം അരിയൊക്കെ ആയിട്ട് നിൽക്കുന്ന അതുപോലെ തന്നെ കനകാംബരം
പൂവൊക്കെ ചൂടാനായിട്ട്. പിന്നെ ഇതൊരു ഇതാണ് പപ്പായ ആണ്ട് കിളുത്ത് വരുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കുറേ പപ്പായ കിട്ടിയായിരുന്നു. ഈ വർഷം ഇനി അറിയത്തില്ല, നമുക്ക് നോക്കാം. അതുപോലെ ഇത് നമ്മുടെ പെസുമൻ കാക്ക. ഇതെല്ലാ വർഷവും ഏതാണ്ടൊരു ജീവി വന്ന് തിന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ വർഷവും ഓൾറെഡി എന്തോ വന്ന് നിറയെ കായായിരുന്നു, പക്ഷേ എന്തോ വന്നെല്ലാം തിന്ന്. നമ്മൾ ആക്ച്വലി ഇവിടെ ഒരു വലയൊക്കെ ഇട്ട്, പക്ഷേ അതിനെയൊക്കെ മറികടന്ന് വലയിട്ടിട്ട് 2 മാത്രം ഇവിടെ രക്ഷപ്പെട്ട് നിൽപ്പുണ്ട്. ബാക്കിയെല്ലാം പോയെന്ന് തോന്നുന്നു. പിന്നെ ഒരു ടൊമാറ്റോയാണ്. ടൊമാറ്റോ ഉണ്ടായിരുന്നു, ഞാനതെല്ലാം പറിച്ചു. ഇങ്ങനെ ഒരു തരം മുളക്. ഇത് എന്താണ്ട് ചേമ്പാണ്, എനിക്ക് തോന്നുന്ന കൊച്ചു ചേമ്പാണിത്. തണ്ടൊക്കെ ചെറുതാണ്, എനിക്ക് തോരൻ വെക്കാനൊന്നും എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് ആക്ച്വലി ചേമ്പിൻ്റെ താള് തോരൻ വെക്കുന്ന ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഇത് ചില താളല്ലേ നമുക്ക് തോരൻ വെക്കാൻ പറ്റത്തുള്ളൂ, ചിലത് തണ്ട് ചൊറിയുമെന്ന്. എനിക്ക് തോന്നുന്നത് ഇത് അതുപോലത്തെയാണെന്ന് തോന്നുന്നു. ഇത് ചെറിയ ചേമ്പാണ്. ഇതിൻ്റെ ഈ തണ്ടിനൊക്കെ ഈ കളറാണ്. ഇതിന് വേറെ പേരുകൾ വല്ലതും ഉണ്ടോ? കണ്ടൻ ചേമ്പെന്നോ തടച്ചേമ്പെന്നോ എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് പേരറിയാമെങ്കിൽ പറഞ്ഞു തരിക. ഇങ്ങനെ പക്ഷേ ചേമ്പ് എന്തായാലും കുറേ ഇങ്ങനെ കിളുത്ത് നിപ്പുണ്ട് ആർത്തുപാടി. നമുക്ക് നോക്കാം ഇതിൻ്റെ മൂട്ടിൽ വല്ലതുമൊക്കെ ഉണ്ടോയെന്ന്. നിങ്ങൾ ഓർക്കുമായിരിക്കും ഇതെന്തിനാണ് ഈ ബോട്ടിലൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന്. ഇത് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചെടികൾക്ക് വെള്ളം ട്രിപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ. ഇതും മറ്റൊരു പൊമോഗ്രാനൈറ്റാണ്. പിന്നെ ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതൊരു പാവൽ മാത്രമല്ല, കോവൽ തോട്ടമാണ് നമുക്കിവിടെ കാണാം. അതോടൊപ്പം തന്നെ ഇങ്ങനെ വരുമ്പം എന്തായാലും ചട്ടിക്കകത്ത് വെച്ച ചേന നന്നായിട്ടിങ്ങനെ കിളുത്ത്. ഇതൊരു ചേന, ഈ വർഷം വെച്ച ചേന. എന്തായാലും ഇത് നന്നായിട്ട് കിളുത്തിട്ടുണ്ട്. തണ്ടിനൊക്കെ കുറച്ച് വണ്ണമൊക്കെ ഉണ്ട്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു, മൂട്ടിലും എല്ലാം കാണുമെന്ന് തോന്നുന്നു. എന്തായാലും ചേന ഇത്രയും വലുതായി. പിന്നെ ഇങ്ങോട്ട് അകത്തോട്ട് പോകുമ്പം ഇതൊരു ഞാൻ പറഞ്ഞതുപോലെ ഇത് കണ്ടോ, ഇത് കോവയ്ക്കൊക്കെ ഉണ്ടായി കിടക്കുന്നതുണ്ടോ? കോവലും പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ പാവലാണ്. അപ്പോൾ കോവലും പാവലും കൂടെ ഇങ്ങനെ ഇടതവർന്ന് കിടക്കുന്ന ഇവിടെ കണ്ടോ. ഇത് പാവയ്ക്ക ഉണ്ടായി കിടക്കുന്നത് കണ്ടോ. പിന്നെ അവിടെ കണ്ടോ, ഇത് 2 തരം പാവലാന്ന് തോന്നുന്നു. അതൊരു ചൈനീസ് വേറൊരു തരം പാവൽ. പിന്നെ കോവൽ. ഇത് നമ്മുടെ നാട്ടിലെ നാടൻ പോലെ മുള്ളുള്ള പാവൽ. ഇത് കണ്ടോ, ഇവിടെ 2 തരം പാവലുകളാണ്. നമ്മൾ ഉള്ളിലോട്ട് വരുമ്പം ഇത് നമ്മുടെ നാട്ടിലെ പാവൽ. പിന്നെ ഇത് കോവയ്ക്ക കിടക്കുന്ന, കോവയ്ക്ക നിൽക്കുന്ന. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതാണ്. ഉള്ളിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഇതെല്ലാം ചൈനീസ് പാവയ്ക്കയാണ്. ഈ ചൈനീസ് പാവയ്ക്ക നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്നറിയത്തില്ല. എൻ്റെ ഫിലിപ്പിനോ ഫ്രണ്ട്സൊക്കെ അവർ ഇതിനെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്തെ ഈ പാവയ്ക്ക പൊളന്ന് അതിനകത്ത് മീറ്റോ എഗ്ഗോ ഒക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ എന്തോ ഒരു സ്പെഷ്യൽ മീലുണ്ടാക്കും. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ കൊണ്ട് പാവയ്ക്ക കൊടുത്തിട്ടുണ്ട്. അവളെനിക്ക് ആ സ്പെഷ്യൽ ഉണ്ടാക്കി കൊണ്ട് തരാമെന്ന് പറയുന്നുണ്ട്. ഇത് ഓൾറെഡി നമ്മുടെ കുമ്പളങ്ങ ഒക്കെ കിളുത്ത് വരുന്നു. ഇത് പിന്നെ അടുത്തൊരു കുമ്പളങ്ങ തോട്ടമാണ്. ഇങ്ങോട്ട് അവിടെ എല്ലാം കുമ്പളങ്ങയാണ്. 2 ഇവിടെ കിളുത്ത് വരുന്ന കണ്ടോ. പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചേന തറയിൽ വെച്ച ചേന കിളുത്ത് വരുന്നു. പിന്നെ ഇവിടെ കപ്പ തണ്ടുണങ്ങിയെങ്കിലും അതിൽ നിന്ന് പൊട്ടി കിളുത്ത് വരുന്നുണ്ട് എന്തായാലും. അപ്പം ഇതൊരു പാവൽ, കോവൽ, കുമ്പളങ്ങ തോട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ പുറകിൽ കപ്പ നിൽക്കുന്നു. പിന്നെ നോക്കണ്ട, ആ ചെടി അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സൂര്യപ്രകാശം കിട്ടാൻ നമ്മുടെ വെണ്ടയൊക്കെ മുരടിച്ച് നിൽക്കുന്നത് കണ്ടോ. അങ്ങനെ അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലുള്ള മുളകും എല്ലാം ഇങ്ങനെ മുരടിച്ച് നിൽക്കുക. അതുകൊണ്ടാണ് അത് പറിച്ച് കളയണമെന്ന് തോന്നിയെന്ന് പറഞ്ഞത്. പിന്നെ എന്തായാലും ഈ കപ്പ കുഴപ്പമില്ലാതെ വരുന്നു. പിന്നെ ഇതിൽ നമ്മുടെ അത്തി, അതിലൊക്കെ ഈ വർഷം പഴങ്ങളുണ്ടായി വരുന്നു. ഫിഗ് ഉണ്ടായി വരുന്നു. പിന്നെ ഇതും ഇങ്ങനെ കുമ്പളങ്ങ ഇങ്ങനെ ആർത്ത് കയറി മുകളിലോട്ട് പോയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇത് കുമ്പളങ്ങ. പിന്നെ ഇത് നമ്മുടെ ഒരു സ്റ്റോർ ഹൗസാണ്. അതായത് നമ്മുടെ ഈ ടൂൾസും വളങ്ങളും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു
ഒരു വീടാണിത്. ഇതിനകത്താണ് നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുന്നത്. അതുകൊണ്ട് ഇത് മറ്റേ കുമ്പളങ്ങയല്ല, ഇത് വേറൊരു കുമ്പളങ്ങ. ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാം. അതിന് രണ്ട് പൗഡർ, അതിൻ്റെ പുറത്ത് പൗഡറുണ്ട്. നെയ്ക്കുമ്പളങ്ങയാണ് അത്. ഇതെന്തുവാന്ന് പടച്ചിക്കാന്ന് വല്ലതും ആണോ എനിക്ക് അറിയത്തില്ല ശരിക്കായിട്ടുള്ള പേര്. പക്ഷേ ഇത് കേടാവത്തില്ല അധികം നാൾ, ഒത്തിരി നാൾ നിൽക്കും ഇത്. മറ്റേതും കുഴപ്പമില്ല, പക്ഷേ ചിലപ്പോൾ അത് കേടാവും. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റോറേജ് ഹൗസാണ്. ചിലരിവിടെയൊക്കെ ഇത് വാങ്ങിച്ച് ഇതിനകത്ത് വെളിയിൽ അടുക്കള ഉണ്ടാക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇതൊരു ഒരൊറ്റ വലിയൊരു റൂമാണിത്. പക്ഷെ അകം നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. അകത്തൊക്കെ അതുപോലെ സാധനങ്ങൾ നിറഞ്ഞിരിക്കുവാണ്. അതുകൊണ്ട് ഇതിനകത്തോ ഇങ്ങോട്ട് കിടക്കുമ്പോൾ അതുകൊണ്ട് ഇവിടെ കുമ്പളങ്ങയാണ്. ഇതൊക്കെ നമ്മൾ കുഴിച്ചു വെച്ചതല്ല കേട്ടോ, ഇതൊക്കെ തന്നെ കിളുത്ത് വന്ന് ഇവിടെയുള്ള ഇത് ഈ പുറകിലോട്ട് വരുമ്പോഴത്തെ ഇതെല്ലാം തന്നെ അരി വീണ് തന്നെ കിളുത്ത് വന്ന ഇതൊക്കെ. ഇതുകൊണ്ട് ഇത് മറ്റൊരു ഫിഗാണ്. ഇതേലും നിറയാണ്ട് കായുണ്ടായി വരുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പം വെളിയിലോട്ട് ഇറങ്ങുമ്പം എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമുക്ക് വയറ് നിറച്ച് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ്. ഇപ്പോൾ ഈ ഫിഗ് മിക്കവാറും വർഷം മൊത്തം, അതായത് നല്ല തണുപ്പല്ലാത്ത സമയത്തെല്ലാം നമുക്കിതിൽ ഇങ്ങനെ ഫിഗ് കിട്ടും, കഴിക്കാനായിട്ട് കിട്ടും. പിന്നെ ഇവിടെ ഇത് നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ബേബി ടൊമാറ്റോയാണ്. ഇതാ നല്ല ചൂടായപ്പോൾ ഇലയൊക്കെ ഇച്ചിരി ഇങ്ങനെ കരിഞ്ഞ് നിൽക്കുവാണ്. പിന്നെ ഇവിടുത്തെ നമ്മുടെ കപ്പ, നമ്മൾ ഈ വർഷം പല സ്ഥലത്തായിട്ടാണ് കപ്പ ഇട്ടത്. കണ്ട ഈ കപ്പയൊക്കെ നല്ല ആർത്ത് ഇവിടം വരെ പൊക്കത്തിലായി. പിന്നെ അതിനോടിടയ്ക്ക് നമ്മുടെ എപ്പോഴത്തും ഉള്ള നമ്മുടെ സ്വന്തം ആളാണ് ഞാൻ പറഞ്ഞ പോലെ ഈ കുമ്പളങ്ങ നമ്മുടെ പറമ്പിൽ മൊത്തം എല്ലായിടത്തും ഉണ്ട്. എൻ്റെ ഹസ്ബൻഡിന് പിന്നെ ഇങ്ങനെ തൈയൊക്കെ കിളുത്ത് വരുമ്പം ഇതൊന്നും പറിച്ച് കളയാനായിട്ട് പുള്ളിക്ക് ഇഷ്ടമില്ല. പുള്ളി എല്ലാം അങ്ങനെ വളർത്തും. ഞാനാണെങ്കിൽ ഇറങ്ങുമ്പോൾ ഇതൊക്കെ പറിച്ച് കളയേണ്ടതാണ്. പക്ഷേ ഈ വർഷം എൻ്റെ കൈ വയ്യാത്തതുകൊണ്ട് ഞാൻ ഗാർഡനിങ്ങിൻ്റെ ഒരു പരിപാടിക്കും പോയില്ല. ഉള്ളി വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെയൊക്കെ ഇതൊക്കെ പപ്പായ അരി വീണ് കിളുത്ത് വന്നതാണിതൊക്കെ. പിന്നെ കുറേ മുരിങ്ങയൊക്കെ, ഇതൊക്കെ മുരിങ്ങയുടെ അരി ഇട്ട് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങകളാണ്. ഉണ്ട് ഈ വർഷം മുളകെല്ലാം കൂടെ കുറേ മുളകുണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ പറിച്ചെടുത്ത്. പിന്നെ അതോടൊപ്പം തന്നെ തുളസി കണ്ടോ, തുളസി. പിന്നെ ഈ നമ്മുടെ നാട്ടിലെ ബദാം ഇതേ കൊണ്ടുവന്നപ്പോൾ പൂവും കായും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചൂട് കൊണ്ട് അതെല്ലാം പൊഴിഞ്ഞു വീണ്. എനിക്ക് തോന്നുന്നില്ല ഇതിൽ കായ എന്തെങ്കിലും ഉള്ളതായിട്ട്. എനിവേ ഇതൊക്കെ കാണുന്നൊരു സന്തോഷം, ആ രീതിയിൽ നമ്മളിങ്ങനെ നിർത്തിയിരിക്കുവാണ് ഇവിടെ. പിന്നെ ഇവിടെയാണെങ്കിലും ഈ മുളകെല്ലാം കൂടെ ഇതിൻ്റെ ചുവട്ടിലോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു മുളയാണ്. പണ്ടത്തെ ഇതൊക്കെ ഇതിൻ്റെ തണ്ടല്ലേ ചൂരൽ കൊണ്ട് അടിക്കുന്നതല്ലേ, ഇതിൻ്റെ തണ്ടല്ലേ ചൂരൽ. അയ്യോ നമുക്കൊക്കെ എത്ര അടി കിട്ടിയിട്ടുണ്ട്, എനിക്കിഷ്ടം പോലെ അടി കിട്ടിയിട്ടുണ്ട് ചൂരൽ കൊണ്ട്. ചൂരൽ എനിക്ക് കണക്കിൻ്റെ ക്ലാസ്സിലുള്ള അടി കിട്ടിയിട്ടുള്ളു. ടീച്ചർ വന്ന് പറയും കണക്ക് രസമാണ് മധുരമാണെന്നൊക്കെ, പക്ഷേ എനിക്കൊരു മധുരമായിട്ടും തോന്നിയില്ല. എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു കണക്കിൻ്റെ ക്ലാസ്. അപ്പോൾ ഇഷ്ടം പോലെ അടിയും കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഇതെന്താണെന്ന് നിങ്ങൾ വിചാരിക്കും. ഇത് മത്തയാണ്. മത്ത, കുമ്പളം, ചേന, ഇങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ കാട് കയറി. അതിനിടയ്ക്ക് അവിടെ പയറും അതുപോലെ തന്നെ ടൊമാറ്റോ കണ്ട വളർന്നങ്ങ് മോള് വരെ എത്തി. എല്ലാം കൂടെ ഇങ്ങനെ കാട് കയറി കിടക്കുക. ഞാൻ എന്തായാലും കാട്ടിലോട്ട് കയറുന്നില്ല. ഇത്രയും കൊണ്ട് ഇവിടെ വെച്ച് ഞാനങ്ങ് നിർത്തുവാണ്. പിന്നെ ഇവിടെ കണ്ടോ വാഴയും ചെടിയും. ഇതിവിടെ ഒരു വെള്ളപ്പൂക്കളൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു ചെടിയാണ് ഇവിടെ. അതിൻ്റെ ചുവട്ടിലും കുറേ ചെടികളും മുരിങ്ങയും അങ്ങനെ. പിന്നെ ഇവിടെ ഒരു വാഴ, ഈ വാഴ ഇത് നമ്മൾ പെരയ്ക്കകത്ത് വെച്ചിരിക്കുമായിരുന്നു. അത് വെളിയിലോട്ട് എടുത്ത് വെച്ചപ്പം പിന്നെ ഈ വർഷത്തെ ഒരു മഹാത്ഭുതം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു വാഴക്കല കിട്ടി. പിന്നെ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന മറ്റേ വാഴയും ഇതിപ്പോൾ എനിക്കിപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല, അതും കുലയ്ക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. എനിക്കങ്ങ് എത്തുന്നില്ല കാണിക്കാൻ. ഇനി പക്ഷേ അത് കുലയുണ്ടാകുമ്പോൾ നിങ്ങളെ കാണിക്കാം. അപ്പം ഞങ്ങളുടെ രണ്ടാമത്തെ വാഴയും കുലച്ചു. നല്ല സന്തോഷമുള്ളൊരു കാര്യമാണത്. ഇത് ഈ വർഷം നമ്മുടെ ഡോൺ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ച പുതിയ വാഴയാണിത്. അത് ഇത്ര ആയിട്ടേ ഉള്ളൂ, നമുക്കറിയത്തില്ല. വേഗം കുലയ്ക്കുമെന്നൊക്കെ പറഞ്ഞ് തന്നൊരു വാഴയാണ്. നമുക്ക് നോക്കാം കുലയ്ക്കുമോ എന്ന്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ തടി കൊണ്ട് ഇങ്ങനെ, ഇതൊരു കൈത,
മഞ്ഞൾ, മുളക്. തണ്ട് ഈ മുളകെന്ന് പറഞ്ഞാൽ കരണം പൊട്ടി മുളക്, നല്ല എരിവുള്ള മുളകാണ്. ഇതിലൊക്കെ മുളകുണ്ടായിരുന്നു, നമ്മളെല്ലാം പറിച്ചെടുത്തതാണ്. ഇതെങ്ങാണ്ട് മരമുല്ലയെന്ന് പറയുന്ന ആ മുല്ലയാണിത്. പിന്നെ തേണ്ട ഇവിടെ പച്ചമുളക്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ആ മേപ്പിൾ ട്രീയുടെ ഒരു ചെടിയാണിത്. അത് നമ്മളിവിടെ ഇങ്ങനെ വെച്ചിരിക്കുവാണ്. കണ്ടോ, ഇവിടെയും തുളസി. പിന്നെ അതോടൊപ്പം തന്നെ കോഴിവാലൻ ചെടി, കണ്ണാടിച്ചെടി, ഇങ്ങനെ കുറേ ചെടികളൊക്കെ. പിന്നെ നമ്മുടെ റോസ്മേരി, ഇതൊക്കെ ഇങ്ങനെ ഇവിടെ വെച്ചിരിക്കുവാണ്. കണ്ടോ, ഞാൻ കുറച്ച് ഉള്ളിലോട്ട് കയറുവാണ്. ഇവിടത്തെ ഇതൊക്കെ നമ്മുടെ പണിയായുധങ്ങളാണ്. ഇതൊക്കെ പണിയായുധങ്ങളും പിന്നെ മണ്ണുകളും. ഇങ്ങനെ മണ്ണൊക്കെ ഇവിടെ ഇങ്ങനെയാണ് വരുന്ന പാക്കറ്റിൽ. പിന്നെ പണിയായുധങ്ങളാണ് ഇതൊക്കെ. ഇതിപ്പം കുറേ സ്ഥലമുണ്ട്, ഒരേക്കറൊന്നുമില്ല, പക്ഷേ ഏകദേശം അതിനോടടുത്ത് കാണും. പക്ഷേ ഇവിടുത്തെ ഈ സ്ഥലത്തിലൊന്നും നമ്മൾ വെറുതെ വെച്ചിട്ടില്ല. എല്ലായിടത്തും പച്ചപ്പും കൃഷികളുമാണ്. ചിലപ്പോൾ കാരണം ഈ പറമ്പ് അത്രയ്ക്ക്, ഇതെല്ലാം ഇതിനകത്തെ ജോലികൾ മറ്റാരുമല്ല, എല്ലാം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ചെയ്യുന്നത്. ഫുൾ ടൈം എംപ്ലോയി ആണ്. പക്ഷേ ജോലി കഴിഞ്ഞും സമയം കിട്ടുമ്പോഴെല്ലാം പുള്ളി ഇവിടെ വന്ന് ഈ ഗാർഡനകത്ത് ജോലികൾ ചെയ്യുക എന്നതാണ് പുള്ളിയുടെ മെയിനായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റാണിത്. ഇതിനകത്ത് ഈ ടൊമാറ്റോ ഒക്കെ ഉണ്ടായി കിടക്കുന്ന വലിയ ടൊമാറ്റോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ടൊമാറ്റോ ഉണ്ടായിരുന്നു. ഇന്നലെയാണെങ്കിൽ ഞാൻ സാമ്പാറൊക്കെ വെച്ചതായിരുന്നു, ഞാൻ കണ്ടില്ല. ഈയിടെയായിട്ട് ഞാൻ ഇങ്ങോട്ടൊന്നും ഇറങ്ങാറില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നതാണ്. അപ്പോഴാണ് ഞാൻ ഈ ടൊമാറ്റോ ഒക്കെ സത്യം പറഞ്ഞാൽ കാണുന്നത് കേട്ടോ. അയ്യോ, ഇത് കണ്ടോ, ഇത് കുറേ പയറുകളാണ്. പക്ഷെ നീണ്ട വലിയ പയറുകളായിരുന്നു. അധികമൊന്നും ഉണ്ടായില്ല പക്ഷെ ഉണ്ടായത് ഇങ്ങനെ നീണ്ട വലിയ പയറുകളായിരുന്നു. പക്ഷേ ചൂട് കൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ ആ പയറുണ്ടാകുന്ന അങ്ങ് നിന്ന്. അപ്പം ഇനി കുറച്ച് ചൂട് കഴിയുമ്പം ഈ പയറിലൊക്കെ പയറുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും കണ്ടോ, ഇതൊക്കെ തുളസിയൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് മറ്റൊരു ചേമ്പ്. പക്ഷേ ഇതിൻ്റെയും തണ്ട് എനിക്ക് തോന്നുന്നില്ല തോരൻ വെക്കാമെന്ന്, കാരണം തണ്ടിന് വണ്ണമില്ല. എന്തായാലും ഇതൊക്കെ പക്ഷേ കഴിഞ്ഞ വർഷം മണ്ണിൽ വെച്ചത് പിന്നെ കിളുത്ത് വന്നതാണ്. പിന്നെ തണ്ട് ഇവിടെ ഒരു കപ്പയുണ്ട്, അതിങ്ങനെ ഇവിടെ നിൽക്കുന്നു. തണ്ട് എന്തായാലും വെച്ച ചേനയൊക്കെ കിളുത്തിട്ടുണ്ട്. ഇതും തണ്ട് ചേന. പിന്നെ അവിടെ ഒരു പേര, തണ്ട് ഒരു പപ്പായ കിളുത്ത് വരുന്നു. ഇവിടെയും തണ്ട് പപ്പായ നിൽക്കുന്നു. പിന്നെ ഇത് ബീൻസാണ്. ഉണ്ട്, ഇങ്ങോട്ട് കയറി പോന്നു അതിങ്ങനെ നിൽക്കുന്നു. പിന്നെ ഇവിടെ തേണ്ട വെണ്ട, ഇതിൽ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ചെറിയ വെണ്ടയ്ക്കായ്ക്കാണ് നല്ല ടേസ്റ്റുള്ളത്. പക്ഷേ അപ്പം അളവൊക്കെ കുറവായിരിക്കും, കുറേ വേണം നമുക്ക് കറി വെക്കണമെങ്കിൽ. പിന്നെ ഇത് നമ്മുടെ മറ്റൊരു കോവലിൻ്റെ തോട്ടമാണ്. കണ്ടിവിടെ കോവയ്ക്കൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അങ്ങ് മുകളിലോട്ട് കയറി. എൻ്റെ ദൈവമേ, ഇതെങ്ങനെ പറിക്കുമോ കായൊക്കെ? എനിക്കെന്തായാലും പറിക്കാൻ പറ്റത്തില്ല. ഉണ്ടോ, അങ്ങ് മുകളിൽ ഇലയിലൊക്കെ കോവയ്ക്ക ഉണ്ടായി കിടക്കുന്ന കണ്ടില്ലേ. വിളവെടുക്കുക എന്ന് പറയുന്നതും അത്ര ഈസി കാര്യമല്ല, ചെടി വളർത്തുക എന്ന് പറയുന്നതും അത്ര ഈസിയല്ല. പക്ഷേ എങ്ങനെയാണ് കഴിക്കുന്ന കുഴപ്പമില്ല അല്ലേ. കുക്ക് ചെയ്യുന്നതും പ്രയാസമാണ്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്താ പറയുന്നത്, ഇന്ത്യൻ ഫുഡ് കുക്ക് ചെയ്യുന്നവർ വളരെയധികം ആൾക്കാരുണ്ട്. കുക്കിംഗ് ഇഷ്ടമുള്ളവർ ഒത്തിരി ആൾക്കാരുണ്ട്. എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കുക്ക് ചെയ്യുന്നവരാണ്. പിന്നെ ഇതും ദാണ്ടെ കോവൽ, മുകളിലൊക്കെ കോവയ്ക്ക ഉണ്ടായി കിടപ്പുണ്ട്. പിന്നെ ഇത് എന്തുവാണെന്ന് ഒരറിവുമില്ല എനിക്ക് കേട്ടോ. ഇതേണ്ട നമ്മുടെ ഡോണിൻ്റെ ഏതുതരം വെള്ളം മുള്ളാത്തവല്ല, നാത്തയുടെ വകഭേദത്തിൽപ്പെട്ട ആണെന്ന് എനിക്ക് തോന്നുന്നു. പേരയാണെന്ന് തോന്നുന്നില്ല, അത് ഇലയ്ക്ക് കട്ടിയില്ല. അപ്പം ഇതിൽ പേരും നാളും ഒന്നും എഴുതിയിട്ടുമില്ല. എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പറയാം. ഏതാണ്ട് ഒരു തരം ആത്തയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ആയിട്ട് ഏതാണ്ട് ഇവിടെയും ഒരു കപ്പ ഇങ്ങനെ നിൽപ്പുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ കോവയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ നന്നായിട്ടുണ്ടായി കിടപ്പുണ്ട്. ഇതിൻ്റെ ദൈവമേ, ഇതിനിടയിലൊക്കെ ഒത്തിരി കോവയ്ക്ക ഉണ്ട്. അങ്ങോട്ടൊക്കെ കയറി പറിക്കാൻ ഇതൊരു കാടാണ്. ആരെക്കൊണ്ട് പറ്റും അങ്ങോട്ടൊക്കെ കയറി പറിക്കാൻ? ഹസ്ബൻഡ് പറിച്ചുകൊണ്ട് തരട്ടല്ലേ. അതിനകത്തൊക്കെ കോവയ്ക്ക ഉണ്ട്. പിന്നെ ഇത് പിന്നെ ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള വെജിറ്റബിളാണ് എഗ് പ്ലാന്റ്, നമ്മുടെ വഴുതനങ്ങ. ഇവിടെ എന്തായാലും വഴുതനങ്ങയൊക്കെ ഒരു മുരടിപ്പാണ്. അവിടെ ഇവിടെയൊക്കെ 1-2 എണ്ണം ഉണ്ടായിട്ടുണ്ട്. പിന്നത്തെ
ഇതും വഴുതനങ്ങയാണ് കിളുത്ത് വരുന്നത്. പിന്നെ ഇത് മറ്റൊരു പാവലും തോട്ടം. ഇതേത് തരം പാവയ്ക്കയാണോ? കായൊന്നും ഉണ്ടായി കിടക്കുന്നത്. ഇതിനിടയ്ക്കും എല്ലാം കോവയ്ക്കായ ഉണ്ടായി കിടക്കുന്നത്. ഇതേല് പാവയ്ക്ക ഒന്നും കാണുന്നില്ല. ഓ, അത് നമ്മുടെ നാട്ടിലെ കണ്ട് അവിടെ ഒരെണ്ണം ചുങ്ങി ഉണ്ടായിരുന്നിപ്പുണ്ട്. നാട്ടിലെ പോലത്തെ പാവയ്ക്ക. ഇവിടെ ഉണ്ട് പാവയ്ക്ക. ദാണ്ടെ മുകളിലൊക്കെ ദണ്ടുണ്ടായി വരുന്നുണ്ട്. അത് നമ്മുടെ പാവല് കോവലിൻ്റെ അതിർത്തിയിലോട്ട് കയറിയിട്ട് അങ്ങനെയായതാണ്. പക്ഷെ പാവലിൻ്റെ സ്ഥലം ഇവിടെയാണ്. കണ്ട പാവയ്ക്ക ഉണ്ട്. കണ്ട് ഇവിടെ എല്ലാം പാവയ്ക്ക ഉണ്ടായി കിടപ്പുണ്ട്. കണ്ട് അവിടെയൊക്കെ ഇതൊന്നും ആരും കാണുന്നില്ലയോ? കണ്ട് അവിടെയൊക്കെ വലുതുണ്ടായി കിടപ്പുണ്ട്. ഇതൊക്കെ പറിക്കുക എന്ന് പറയുന്നത് കണ്ട് ഇവിടെ എല്ലാം ഉണ്ടായി കിടക്കുന്നു. പിന്നെ ഇതെന്താണ്ട് കപ്പ, മറ്റൊരു കപ്പ. നമ്മുടെ കപ്പക്കോലൊക്കെ ഒരു ആരോഗ്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്തായാലും കിളുത്ത് വന്നതാണ്ട്. ഇത് പനിങ്കൂർക്ക. പിന്നെ തേണ്ട ഇതൊരു മുളക. ഇത് ഇങ്ങനെ കിരണംപൊട്ടി മുളകാണ്. പിന്നെ അങ്ങോട്ട് നോക്കുമ്പം തേണ്ട നമ്മുടെ ഒരു ചേന കിളുത്ത് വന്നിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ ഇനി അങ്ങോട്ട് കടന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഉണ്ട് ഇവിടെ ഇതും മറ്റൊരാത്ത. ഇതെല്ലാം തേണ്ട ഒരു കായ ഉണ്ടായി വരുന്നുണ്ട്. ആത്ത. പിന്നത്തെ ഇത് മുളക്. അങ്ങോട്ടൊക്കെ നമുക്ക് ചുമന്ന പഴുത്ത മുളകുകളൊക്കെ കാണാം. അവിടെയും ഇങ്ങനെ തേണ്ട ഈ മുളകൊക്കെ ഉണ്ട് പഴുത്ത് പോവുക. ഉണ്ടോ? പിന്നെ അവിടെ പിന്നെ നമുക്ക് അവിടെയും നമുക്ക് ഉണ്ട് ചേന. ഇവിടെയും ചേന തേണ്ട കിളുത്ത് വരുന്നു. എന്തായാലും ഈ വർഷം വെച്ച ചേനയൊക്കെ കിളുത്ത് കേട്ടോ. ചേനയും കപ്പയും ഒക്കെ കിളുത്ത്. കുഴപ്പമില്ല. ഉണ്ടേ ഇവിടെയും മുരിങ്ങത്തൈ കിളുത്ത് വരുന്നു. കണ്ടേ ചീര ഈ വർഷം ഒന്നും തീരെ തോരൻ വെക്കാൻ നമ്മുടെ സമയത്ത് ഇതെടുത്ത് തോരൻ വെക്കണം. അല്ലെങ്കിൽ ഏതാണ്ടൊരു സാധനം, ഇത് പുഴുവല്ല, ഒരു പ്രാണി വന്ന് കുത്തി പോകും. ഇനിയിപ്പോൾ ഇതിൻ്റെ തണ്ടെടുത്ത് സാമ്പാറിനകത്ത് ഇടാം എന്നല്ലാതെ അതിൻ്റെ ഇല കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ പ്രാണി തിന്നതിൻ്റെ ബാക്കി എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത്? ഇതും മറ്റൊരു പെസ്മൻ. അതേലും കായ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം പോയി. ഇത് നമ്മുടെ മറ്റൊരു നാരകം. നാരകം ഒന്നും പൂത്തില്ലല്ലോ, പൂക്കാൻ സമയമായില്ലെന്ന് തോന്നുന്നു.